A warm good evening and greetings to you all in the precious name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനവും സന്ധ്യാവന്ദനവും അറിയിക്കുന്നു. It's such a joy to see you all once again this second day of these Bible study meetings arranged by the local assembly here. ഈ പ്രാദേശിക സഭ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രത്യേക യോഗങ്ങൾക്ക് ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വന്ന രണ്ടാം ദിവസത്തിലേക്കും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank you brothers for that wonderful singing. നമ്മുടെ സഹോദരന്മാർക്ക് പ്രത്യേക നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതിന്. I love singing and I love to hear good singing. ഞാൻ പാട്ടുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുപോലെ തന്നെ പാട്ടുകൾ അംഗീകരിക്കുന്ന ആളുമാണ്. And songs lift our hearts unto God. ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുന്നതാണ് ഗാനങ്ങൾ. And hymns and songs are an essential part of the biblical worship. വേദപുസ്തക പ്രകാരമുള്ള ആരാധനയിൽ പാട്ടുകൾക്കും ഗീതങ്ങൾക്കും വളരെയധികം സ്ഥാനമുണ്ട്. May God bless you brothers. പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Yesterday we were in Ephesians chapter 1. ഇന്നലെ നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലായിരുന്നു ചിന്തിച്ചത്. And from there we were looking at the prayer of Paul. അവിടെ നാം അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയായിരുന്നു നാം കണ്ടത്. And he was praying for the Ephesus believers എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു, for spiritual enlightenment, ആത്മീയ പ്രകാശനം അവർക്ക് ലഭിക്കേണ്ടതിന്, that their hearts may be enlightened, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, and they will get wisdom and revelation. അതുപോലെ അവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ലഭിക്കണം. And we saw the areas where Paul was desiring that they will get wisdom and revelation. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് അവർക്ക് എങ്ങനെ ലഭിക്കണമെന്നുള്ള കാര്യങ്ങൾ പൗലോസ് ആഗ്രഹിക്കുന്ന കാര്യം നാം കാണുകയുണ്ടായി. The number one we saw was to understand the God's calling in their life. ദൈവത്തിന്റെ വിളി അവരുടെ ഹൃദയത്തിൽ മനസ്സിലാക്കുവാൻ അവർ പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Number two, they would understand the power that is available to them, those who believe. അവരുടെ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതിൽ അവർക്കുള്ള സന്തോഷത്തെക്കുറിച്ച് പൗലോസ് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. They will understand the power that is available to them. അവർക്കുള്ള ദൈവിക ശക്തിയെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം. The same power which was used to raise Christ from the dead. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി അവരിൽ വ്യാപരിക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ്. And finally Paul wanted them to understand the person of Christ. അവസാനമായി യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അവർ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. So Paul explains from chapter 1 the contribution of triune God in our salvation. നമ്മുടെ രക്ഷയിൽ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ അറിഞ്ഞിരിക്കണമെന്ന് പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And hence he wants them to grow spiritually. അങ്ങനെ അവർ ആത്മീയമായി വളരണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. And that spiritual growth can only happen when we get that enlightenment and wisdom and revelation in the knowledge of him. കർത്താവായ യേശുക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിലുള്ള അവർക്കുള്ള വെളിപ്പാടും പരിജ്ഞാനവും അവർക്ക് ലഭിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് ആഗ്രഹിച്ചു. In one of my overseas assignments, എൻ്റെ വിദേശത്തുള്ള എനിക്കുണ്ടായിരുന്ന തൊഴിലിനോടുള്ള ബന്ധത്തിൽ, it was a long 1 month speaking assignment in one of the UAE countries. ഏകദേശം UAE-ലുള്ള രാജ്യങ്ങളിൽ ഏകദേശം 1 മാസം തുടർച്ചയായി ശുശ്രൂഷിപ്പാനുള്ള അവസരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. I was speaking to a lot of families. അനേക കുടുംബങ്ങളോട് എനിക്ക് സംസാരിക്കുവാൻ ഇട വന്നു. And whenever I go for such assignments, I talk from little children to older people. അങ്ങനെയുള്ള പ്രത്യേക ശുശ്രൂഷകൾക്ക് ഞാൻ പോകുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരോട് കൂടെയും ഞാൻ സമയം ചെലവഴിക്കുമായിരുന്നു. Because my objective is not only to share the word of God but to learn from people as well. ദൈവവചനം ശുശ്രൂഷിക്കുക എന്ന് മാത്രമല്ല എൻ്റെ ലക്ഷ്യം, അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതും കൂടിയായിരുന്നു എൻ്റെ ആഗ്രഹം. And from these little children to older people, they teach a lot of good lessons. ആ ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്നും പ്രായമുള്ളവരിൽ നിന്നും അനേക പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. In one of the discussions with one loving family, ഒരു സ്നേഹമുള്ള ഭവനത്തിൽ ആ കുടുംബത്തോടുള്ള ഞങ്ങൾ സമയം ചെലവഴിച്ചപ്പോൾ, I asked that family a question like this. അവരോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി.
In your assembly, lot of people, servants of God, they come from India and they teach the word of God. നിങ്ങളുടെ സഭയിൽ അനേക സഹോദരന്മാർ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന് വചനം ശുശ്രൂഷിക്കുന്നുണ്ട്. Let me ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. As listeners, keen student of the word, what do you expect from us preachers and teachers to share from God's word? ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ താല്പര്യമുള്ളവർ എന്നുള്ള നിലയിൽ, പഠിക്കാൻ താല്പര്യമുള്ള നിലയിൽ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് വിഷയമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? You know, the sister in that family answered like this. ആ ഭവനത്തിലെ സഹോദരി ഇങ്ങനെ ഉത്തരം പറഞ്ഞു. Brother, can I say something very humbly? സഹോദര, വളരെ വിനയത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. Can you all teach us how to live this Christian life? ഈ ക്രിസ്തീയ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാമോ? You don't know in what kind of stress and tension we live. ഞങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. In the midst of this, can you give us some hope to live a victorious Christian life? ആ സമ്മർദ്ദങ്ങളുടെ ഇടയിൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുക എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? And that answer came like a boulder and with a great shock to my heart. അതിന്റെ ഉള്ള ഉത്തരം വലിയൊരു ഞെട്ടലോട് കൂടിയാണ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. I asked that sister, why do you say like this? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു. She said, we have Sunday school, we have sisters meeting, we have youth meeting, we have Bible studies, everything is there. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളുണ്ട്, യുവാക്കന്മാരുടെ മീറ്റിംഗ് ഉണ്ട്, സഹോദരിമാരുടെ യോഗമുണ്ട്, എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. There is no lack of activities. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. There is no lack of preaching and teaching of the word. പ്രസംഗങ്ങൾ കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഉപദേശങ്ങൾക്ക് ഒന്നും ഒരു കുറവുമില്ല. But it's my personal opinion, my dear brother, that there is something seriously wrong in our community. നമ്മുടെ ഇടയിൽ വളരെ ഒരു കുറവുണ്ടെന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ട് എന്ന് എനിക്കറിയാം. And I asked her, what is that problem? ആ പ്രശ്നം എന്താണെന്ന് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു. Now listen to the answer the sister said. ആ സഹോദരി പറഞ്ഞ ഉത്തരം ശ്രദ്ധിക്കുക. You keep activities aside, and I would like to say something very serious, she said. ഈ പ്രവർത്തനങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കട്ടെ. How many of we believers have a very serious, intense relationship, personal relationship with our Lord Jesus Christ? നമ്മുടെ സഭയിൽ എത്ര വിശ്വാസികൾക്ക് വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്? That is a question to be thought over today evening. ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. It's a very serious question. അത് വളരെ ഗൗരവമായ വിഷയമാണ്. You know, we can live this life by the motions of spirituality. ആത്മീയ കൂട്ടത്തോടു കൂടെ പോകുവാൻ നമുക്ക് കഴിയും. We can go with the motions. We can be attending the meetings regularly. That is very good. നമുക്ക് എല്ലാ മീറ്റിങ്ങുകൾക്കും കടന്നു വരുവാനും എല്ലാത്തിലും ശ്രദ്ധിക്കുവാനും നമുക്ക് സാധിക്കും. But that is not the only thing that God desires in our life. എന്നാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് മാത്രമല്ല. That God desires that every child of God must and should have a deep, intense, personal, dynamic, powerful relationship on a daily basis. ദൈവമായിട്ട് ഓരോ ദൈവ പൈതലിനും വ്യക്തിപരമായ ശരിയായ ശക്തിയേറിയ അടുത്ത ബന്ധം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. The reason is, കാരണം ഇതാണ്, if we fail in our relationship with the Lord, ദൈവമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടാൽ we will fail in every relationship of our life. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും നാം പരാജയപ്പെടും. I will repeat that. ഞാൻ അത് വീണ്ടും ആവർത്തിക്കട്ടെ. If we fail in our relationship with the Lord, നമ്മുടെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് നമുക്ക് കുറവ് സംഭവിച്ചാൽ we will fail in every relationship on the face of this earth. ഈ ഭൂമിയിലുള്ള നമ്മുടെ സകല ബന്ധങ്ങൾക്കും പരാജയം സംഭവിക്കും. My relationship with my wife and husband will be affected. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടും. My relationship with the church, the local assembly will be affected. എൻ്റെ സഭയുമായി എൻ്റെ പ്രാദേശിക സഭയുമായിട്ടുള്ള ബന്ധത്തിലും My relationship in the society will be affected. എൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും. If I don't have a powerful, intense personal relationship with my Lord on a daily basis. എൻ്റെ കർത്താവുമായിട്ടുള്ള ദിവസം തോറുമുള്ള ദിനദിന ഉള്ള വ്യക്തിപരമായ ബന്ധം ശക്തപ്പെട്ടില്ലെങ്കിൽ അത് ഇതിനെ ബാധിക്കും ചെയ്യും. And I think this is a very serious issue amongst us. നമ്മളിലുള്ള ഇടയിലുള്ള ഏറ്റവും വലിയ
പ്രശ്നമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. We all have family prayer, very good. നമുക്ക് എല്ലാ കുടുംബ പ്രാർത്ഥനകളും ഉണ്ട്, നല്ല കാര്യം. We all have church activities, very good. നമുക്ക് എല്ലാ സഭാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, നല്ല കാര്യം. But let us make it more narrow and ask this question on a very personal basis. നമ്മുടെ വ്യക്തിപരമായി നമുക്ക് അടുത്ത ഈ ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. How is my relationship with the Lord, and am I able to hear his still voice daily? എന്റെ കർത്താവുമായിട്ട് ഞാൻ വ്യക്തിപരമായി എന്തുമാത്രം ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, അവന്റെ സ്വരം ദിനേന ദിവസം തോറും ഞാൻ കേൾക്കുന്നുണ്ടോ? And that will determine my spiritual growth and my spiritual maturity. അതാണ് എന്റെ ആത്മീയ വളർച്ചയെയും ആത്മീയ പക്വതയെയും ബാധിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. As I was growing in my spiritual life, ഞാൻ എന്റെ ആത്മീയ ജീവിതത്തിൽ വളരും തോറും this was the question that was haunting me. എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചോദ്യം ഇത് തന്നെയായിരുന്നു. Am I called only for a mediocre spiritual life? എന്റെ വളരെ നേരിയ തരത്തിലുള്ള ആത്മീയ ജീവിതത്തിലാണോ ഞാൻ സമ്മതിക്കേണ്ടത്? Just an average Christian life. ഉപരിവിപ്ലവമായ ക്രിസ്തീയ ജീവിതം. When I die, what will I take to heaven? ഞാൻ മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എന്താണ് കൊണ്ടുപോകുന്നത്? What is the account that I am going to give? ഞാൻ എന്ത് കണക്കാണ് ദൈവമുമ്പാകെ ബോധിപ്പിക്കുക? In my young days, this question used to haunt me a lot. എന്റെ യൗവനകാലത്ത് ഈ ചോദ്യം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. And hence the answer I found in the prayers of Paul. അതിനുള്ള ഉത്തരം ഞാൻ പൗലോസിന്റെ പ്രാർത്ഥനയിലൂടെയാണ് കണ്ടുപിടിച്ചത്. Now this study has revived my spiritual life, my family's spiritual life very much. ഈ പഠനം എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ കുടുംബ ആത്മീയ ജീവിതത്തിലും വളരെയധികം ഫലങ്ങൾ ഉണ്ടാക്കി. And hence I am not speaking from an intellectual understanding. അതുകൊണ്ട് ഞാൻ വലിയ ബുദ്ധിപരമായ അറിവിൽ നിന്നല്ല ഇത് സംസാരിക്കുന്നത്. I am speaking from a deep spiritual experience filled by the Spirit of God. ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ആഴമേറിയ അനുഭവ ജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Because this has transformed my thinking and my life. എന്റെ ചിന്തയെയും എന്റെ ജീവിതത്തെയും വളരെയധികം രൂപാന്തരപ്പെടുത്തിയ പഠനമായിരുന്നു ഇത്. Because എന്തുകൊണ്ടെന്നാൽ for the last 30 years, കഴിഞ്ഞ 30 വർഷമായിട്ട് me and my family, we have been going through painful situations. വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിൽ കൂടെ സാഹചര്യത്തിൽ കൂടെയാണ് ഞാനും എന്റെ കുടുംബവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. It is still we are going through that situation. ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. I left my wife at home day before yesterday on oxygen support. ഓക്സിജൻ സപ്പോർട്ടിലാണ് എന്റെ ഭാര്യയെ ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ വിട്ടിട്ട് പോന്നിരിക്കുന്നത്. She was taking oxygen and I left home. ഞാൻ അവളിപ്പോഴും ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളെ വിട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും കൊണ്ട് കടന്നു വന്നത്. I said goodbye, God will take care of you. ദൈവം നിന്നെ സൂക്ഷിക്കും, നിന്നെ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. How do you stand such situations for long 30 years? കഴിഞ്ഞ 30 വർഷം, ഏകദേശം 30 വർഷം എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുക? This body has undertaken 10 surgeries. ഏകദേശം 10 ഓപ്പറേഷൻ ഈ ശരീരത്തിൽ നടന്നു കഴിഞ്ഞു. And the last surgery was last September. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അവസാനത്തെ ഓപ്പറേഷൻ. How do you carry and push this life? ഈ ജീവിതം എങ്ങനെ തുടരുവാൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? How do you stand with the word of God in such trying, painful circumstance? ഇങ്ങനെ വേദനയുള്ള ചുറ്റുപാടുകളിൽ പരീക്ഷാകാലത്തിൽ എങ്ങനെ ദൈവവചനമായിട്ട് നിൽക്കാൻ കഴിയും? You might have a similar situation like this. നിങ്ങൾക്കും അതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം. This evening I want to encourage you. ഇന്ന് രാത്രി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞാൻ In ആഗ്രഹിക്കുന്നു. the midst of this pain and adversity, ഈ വേദനയുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ still we can live a mighty, powerful, victorious Christian life. അവിടെയും നിങ്ങൾക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം കഴിക്കാനായിട്ട് കഴിയും. Can we say hallelujah? ഹല്ലേലൂയ പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. If I had preached this in a Pentecostal assembly, this roof would have gone like this. ഞാനൊരു പെന്തിക്കോസ്ത് സഭയിലാണ് ഈ പ്രസംഗം ചെയ്തിരുന്നെങ്കിൽ ഈ റൂഫ് ഉയർന്നു പോയാനെ. This is a false ceiling. Let me remind you. This would have been, they would have said hallelujah. Let's say hallelujah. Praise the Lord. Let's turn to Ephesians chapter 3 now. നമുക്ക് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് തിരിയാം. 14 to 21. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയുള്ള. Please help us read in Malayalam loudly. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും
വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. May the Lord add His blessing in the reading of this passage. ഈ വചന പാരായണത്തെ ദൈവം അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. Let's start with a question from this passage. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. And the question is in verse 19. 19-ാം വാക്യത്തിലാണ് ആ ചോദ്യം. The question is, how can we be filled with all the fullness of God? സകല നിറവിനോളം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു വരുവാൻ എങ്ങനെയാണ് കഴിയുക? How can we live a life filled with the fullness of God? ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരുവാൻ എങ്ങനെ സാധിക്കും? And is it possible to live a life like that? അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുമോ? Yes, it is possible. തീർച്ചയായിട്ടും സാധിക്കും. And we have a hope this evening that we can live that life in the fullness of God, fullness of Christ and fullness of the Holy Spirit. ദൈവത്തിന്റെ നിറവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ നിറവും ഇന്ന് രാത്രി നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പറയട്ടെ. Now from 14 to 21 we see the second prayer of Paul in this epistle of Ephesians. എഫീസ്യ ലേഖനത്തിലെ പൗലോസിന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഇവിടെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. In Ephesians chapter 1 we saw the resurrection power is available to those who believe in the Lord Jesus Christ. വിശ്വസിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന കർത്താവിന്റെ പുനരുത്ഥാന ശക്തിയെക്കുറിച്ചാണ് ഇന്നലെ നാം കണ്ടത്. Now here Paul is explaining that power can be used effectively to grow spiritually. ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്ന ആ ശക്തി കർത്താവിൽ വളരുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. That power is not available only to a select few believers, it is available to all the believers. ചില പ്രത്യേക വിശ്വാസികൾക്ക് മാത്രം ലഭ്യമാക്കുന്ന ശക്തിയല്ലാതെ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും അത് സാധ്യമാണ്. Now in chapter 3 the context is the mystery that was revealed to Paul. പൗലോസിന് വെളിപ്പെടുത്തപ്പെട്ട മർമ്മത്തെ കുറിച്ചാണ് ഈ 3-ാം അധ്യായത്തിൽ പറയുന്നത്. The mystery that was hidden in the Old Testament, the mystery of the church. പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ആ മർമ്മം സഭയെക്കുറിച്ചുള്ള മർമ്മമായിരുന്നു. And in that church, which is the body of Christ, the Jew and Gentile coming together. ആ കർത്താവിന്റെ ശരീരമായ സഭയിൽ യഹൂദനും ജാതിയും ഒരുമിച്ച് ചേരുന്നു. Yeah, that is written in verse 10. അത് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. Now after explaining that mystery that was revealed to Paul himself, പൗലോസിന് വെളിപ്പെടുത്തപ്പെട്ട ആ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം now he is explaining the application of that mystery from 14 to 21. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ മർമ്മത്തിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ് താൻ വിവരിക്കുന്നത്. Okay, now he makes the second prayer for this church at Ephesus. എഫെസ്യ സഭയ്ക്ക് വേണ്ടി തന്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. Now let's read verse 14. 14-ാം വാക്യം നമുക്ക് വായിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. Okay, for this reason. അത് നിമിത്തം. What is that reason? ഏതാണ് ആ കാരണം? Now there are 3-4 reasons that Paul is bringing here. 3-4 കാരണങ്ങൾ പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. The first reason is in chapter 2 verse 5. ഒന്നാമത്തെ കാരണം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്. And the reason number 1 is that we have been made alive in Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. Number 2 reason is in chapter 2 verse 10. രണ്ടാമത്തെ കാരണം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ്. And we are his workmanship created in Jesus Christ for good works. അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. The third reason is in chapter 2 verse 19. മൂന്നാമത്തെ കാരണം 2-ാം അധ്യായത്തിന്റെ 19-ാം We വാക്യത്തിലാണ്. are no longer strangers and foreigners but fellow citizens with the saints. നാം ഇനി അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. And the fourth reason is in verse 20 of chapter 2. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ് നാലാമത്തെ കാരണം. Having built on the foundation of the apostles and prophets Jesus Christ himself.
ക്രിസ്തുയേശു തന്നെ മൂലക്കലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. Okay, so these are the reasons Paul is bringing to chapter 3 now. മൂന്നാം അധ്യായത്തിലേക്ക് കൊണ്ടുവരുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. Because of these reasons of chapter 2, രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നിമിത്തം Paul is in the prison and he is writing here in verse 14, തടവുകാരനായി കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് ഇവിടെ എഴുതുകയാണ്, I bow my knees for this reason ഈ കാരണത്താൽ ഞാൻ എന്റെ മുട്ട് കുത്തുന്നു to the Father of our Lord Jesus നമ്മുടെ Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ സന്നിധിയിൽ. And here we see a tender, loving, concerned, compassionate father. വളരെ കരുണയുള്ള ആർദ്രതയുള്ള ഒരു പിതാവിനെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. And Paul is bowing his knees here. പൗലോസ് തന്റെ മുട്ട് അതേ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. Bowing knees, it denotes to submission to the Lord. കർത്താവിനോടുള്ള താഴ്മ അല്ലെങ്കിൽ വിനയ സമർപ്പണമാണ് മുട്ടുകുത്തുന്നതിൽ കൂടെ In കാണിക്കുന്നത്. the Old Testament and in the New Testament we see postures of prayer. പ്രാർത്ഥനയുടെ നമ്മുടെ ഭാവങ്ങൾ എങ്ങനെയാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നുണ്ട്. Daniel chapter 6 verse 10, don't take it. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ Opening the window, Daniel is praying 3 times a day by bowing his knees. തന്റെ കിളിവാതിലുകൾ തുറന്നുവിട്ട് ദാനിയേൽ 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമായിരുന്നു. Acts chapter 20 verse 36, when Paul was given the farewell by the Ephesian elders, Paul bowed down his knees before അപ്പോസ്തല them. പ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് യാത്ര പറയുമ്പോൾ താൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായി കാണാം. We have standing postures as well. അതുപോലെ തന്നെ നിൽക്കുന്ന സ്ഥാനങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. Genesis chapter 18 verse 22, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ Abraham stood before God and he was pleading for Sodom and Gomorrah. ദൈവസന്നിധിയിൽ അബ്രഹാം നിന്നുകൊണ്ട് സൊദോമിനും ഗൊമോറയ്ക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് നാം കാണുന്നു. We see in 1 Chronicles chapter 17 and verse 16, ഒന്ന് ദിനവൃത്താന്തം 17-ന്റെ 16-ാം വാക്യത്തിൽ when David before God he was sitting as far as the building of the temple was concerned. ദേവാലയത്തെ പണിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. Matthew chapter 26 verse 39, മത്തായി സുവിശേഷം 26-ന്റെ 39-ാം വാക്യത്തിൽ we see Jesus face down in the garden of Gethsemane before his crucifixion. കർത്താവായ യേശുക്രിസ്തു ഗെത്സമനെ തോട്ടത്തിൽ തന്റെ ക്രൂശീകരണത്തിന് മുമ്പായി കവിണ് വീണ് കിടക്കുന്നതായിട്ട് നാം കാണുന്നു. Posture of prayer matters before God. ദൈവമുമ്പാകെ നാം പ്രാർത്ഥനയ്ക്കായിട്ട് ഏത് വിധത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. If we bow our knees before God, we can stand before any man on the face of this earth. നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നെങ്കിൽ ലോകത്തിലെ ഏത് മനുഷ്യന്റെയും മുമ്പാകെ നിൽക്കാൻ നാം ശക്തിയുള്ളവരായി Oh, തീരും. let me repeat that statement. ഞാൻ ആ പ്രസ്താവന വീണ്ടും ആവർത്തിക്കട്ടെ. If we have the habit of bowing our knees before God, ദൈവത്തിന്റെ മുമ്പാകെ നാം മുട്ടുകുത്തുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ we can stand before any man on the face of this earth. ഈ ലോകത്തിന് മുമ്പാകെ ഏത് മനുഷ്യന്റെ മുമ്പാകെ നിൽക്കാൻ നമുക്ക് ശക്തിയുള്ളതാണ്. The condition is we should bow before God first. അതിന്റെ വ്യവസ്ഥ എന്നത് ദൈവം മുമ്പാകെ നാം ആദ്യം മുട്ടുമടക്കണം. Look at a praying Paul who is bowing his knees and he is praying for the Ephesian believers here. എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന പൗലോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. And he starts from verse 16 onwards now. 16-ാം വാക്യം മുതൽ താൻ ആരംഭിക്കുകയാണ് തന്റെ പ്രാർത്ഥന. Remember the question. What is the question? How can I have fullness of God in my spiritual life? എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ നിറവ് അനുഭവിക്കാം എന്നുള്ളതാണ് ചോദ്യം. അത് മറക്കരുത്. Let's start. നമുക്ക് ആരംഭിക്കാം. Number 1, ഒന്നാമത് by experiencing practically spiritual strength. നമ്മൾ പ്രായോഗികമായി ആത്മീയ ശക്തി പ്രാപിക്കുന്നതിലൂടെ. In first prayer of Paul, പൗലോസിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ Paul was praying that they will understand. അവർ മനസ്സിലാക്കണം, അറിയണം എന്നായിരുന്നു പൗലോസ് In the പ്രാർത്ഥിച്ചത്. second prayer of Paul, രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പൗലോസിന്റെ Paul is praying that they will experience it personally. അവർ വ്യക്തിപരമായി അത് അനുഭവിക്കണം എന്നുള്ളതാണ് തന്റെ പ്രാർത്ഥന. So before I experience, I need to understand. ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അത് അറിയണം. In chapter 1, he was praying that they will understand the wisdom and revelation in the knowledge of him. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അവർ ജ്ഞാനത്തിന്റെയും വെളിപ്പാടുകൾ പ്രാപിക്കണം, അറിയണമെന്ന് താൻ They will പ്രാർത്ഥിച്ചു. understand the power of God. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് അവർ അറിയണം. They will understand the person of Christ. ദൈവത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർ Now, അറിയണം. when he comes to chapter 3, എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് താൻ വരുമ്പോൾ he is going a little further. അവൻ കുറച്ചുകൂടി മുമ്പോട്ട് പോവുകയാണ്. He is
praying that they will now experience it. അവർ അനുഭവവേദ്യമാക്കണം എന്നാണ് താൻ അവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. What they will experience? അവരെന്താണ് അനുഭവമാക്കേണ്ടത്? Spiritual strength on a daily basis. ദൈനംദിനം ആത്മീയ ശക്തി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കണം. Now, it is not that Paul is not concerned about their physical aspect. അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചല്ല പൗലോസ് അവിടെ പറയുന്നത്. He was even concerned about the church in Jerusalem and how the money was collected and sent to them. യെരുശലേമിലെ സഭയ്ക്ക് എങ്ങനെയാണ് ധനം സമ്പാദിച്ച് അവർക്ക് അയക്കേണ്ടതെന്നുള്ള കുറിച്ച് കാര്യമല്ല പറയുന്നത്. Paul is giving actually priority to the spiritual side of Ephesian believers. എഫേസ്യ വിശ്വാസികളുടെ ആത്മീയ അവസ്ഥയെ കുറിച്ചാണ് പ്രാധാന്യം താൻ കൊടുക്കുന്നത്. And hence in verse 16, brother, can you please read verse 16? 16 വാക്യം ഒന്ന് വായിക്കുക. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. And now Paul is praying that God will grant them according to the riches of his glory to be strengthened with might through his spirit in the inner man. പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. All right, now let's bring that resurrection power from chapter 1. ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പുനരുദ്ധാന ശക്തിയെ ഞാൻ കൊണ്ടുവരട്ടെ ഇവിടെ. Now that is very important to understand. അത് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ടതാണ്. Today in this world that power is available to you. ഇന്ന് ഈ ലോകത്തിൽ ആ ശക്തി നമുക്ക് ലഭ്യമാണ്. Now Paul is bringing that power here and he says that with that power you have to get strengthened in the inner man. അപ്പോസ്തലനായ പൗലോസ് ആ ശക്തിയാണ് നമുക്ക് ഇവിടെ നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രാപിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നത്. Now what is the source? അതിന്റെ ഉറവിടം എവിടെയാണ്? It is in 16. The source is the riches of his glory. അതിന്റെ ഉറവിടം അതിന്റെ മഹത്വത്തിന്റെ ധനത്തിൽ നിന്നാണ്. That means I should be a Christian seeking the glory of God, the glory of Christ, and the glory of the church, and the glory of the word constantly. നിരന്തരമായിട്ട് ദൈവത്തിന്റെ മഹത്വം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം, പ്രാദേശിക സഭയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയിരിക്കണം. Unless that goal is not there in us, we will be a very myopic average Christian. ആ വലിയ ദർശനം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, ആ അറിവിനോടുള്ള വ്യാപ്തി നമുക്കില്ലെങ്കിൽ നാം വെറും സാധാരണ വിശ്വാസിയായി തന്നെ തുടരും. So in that source which is the riches of his glory, ആ മഹത്വത്തിന്റെ ധനമെന്ന ആ ഉറവിടത്തിൽ നിന്ന്, and Paul is saying that you get strengthened with might. വളരെ ശക്തിയോടെ നിങ്ങൾ ബലപ്പെടണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. What is the agent that will give that strength? ആ ബലം തരുന്ന വസ്തു ഏതാണ്? That is the Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. Look into your Bible. Strengthened with might through his spirit in the inner man. അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. Okay, let's go to chapter 1 now. ഒന്നാം അധ്യായത്തിലേക്ക് മടങ്ങി വരിക. We are going to see the riches of his glory. അവന്റെ മഹത്വത്തിന്റെ ധനത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാം. What are those riches? ആ ധനങ്ങൾ എന്തൊക്കെയാണ്? Chapter 1 verse 3, we are blessed with spiritual blessings in heavenly places. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്നാം വാക്യം. Number 2 verse 4. രണ്ടാമത്തേത് 4-ാം വാക്യത്തിൽ. We have been made holy without blame before him in love. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. Number 3 verse 7, we have been redeemed and we have been given the forgiveness of sin. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. Number 4 verse 9. 9-ാം വാക്യത്തിൽ. Having made known to us the mystery of his will according to his good pleasure. അവന്റെ പ്രസാദത്തിന് തക്കവണ്ണം അവന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചിരിക്കുകയാണ്. And the last one is in verse 11. 11-ാം വാക്യത്തിൽ അവസാനത്തെ കാരണം. We have our inheritance in Lord Jesus Christ. അവനിൽ ക്രിസ്തുവിൽ നാം അവകാശവും പ്രാപിച്ചു. Now inheritance in chapter 1 comes twice there. അവിടെ അവകാശം എന്നത് 2 പ്രാവശ്യം അവിടെ വരുന്നുണ്ട്. In verse 11 and verse 18. 11-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും. So our inheritance is Lord Jesus Christ. നമ്മുടെ അവകാശം കർത്താവായ യേശുക്രിസ്തുവിലാണ്. The inheritance of Christ is the saints. എന്നാൽ യേശുക്രിസ്തുവിന്റെ അവകാശം എന്ന് പറയുന്നത് അവന്റെ വിശുദ്ധന്മാരിലാണ്. Did you notice that? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ?
Our inheritance is Lord Jesus Christ, verse 11. 11 വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ അവകാശം കർത്താവായ യേശുക്രിസ്തുവിലാണ്. What is the inheritance of Lord Jesus Christ? എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അവകാശം ഏതാണ്? The body of Christ, the saints, those who believe upon him. തന്റെ ശരീരമായ സഭ, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും. And this glory, the riches of his glory that we see in the person of Christ, കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ നാം കാണുന്ന ആ മഹത്വത്തിന്റെ ധനം, and with that riches that we have spiritually, Paul is saying, with the help of Holy Spirit, now get strengthened in the inner man. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനം പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ ആയിരിക്കണം, നിങ്ങളിൽ പ്രാവർത്തികമാകണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. Holy Spirit is a person. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. I have some problem here. അതൊരു പ്രശ്നമാണല്ലോ. I have some problem here because in our assemblies we don't teach the application and the powerful ministry of the Holy Spirit in a very powerful manner. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെ കുറിച്ചും വളരെ ശക്തിയോടെ നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഞാൻ കാണുന്നു. And that is why we have a dead situation amongst us today. അതുകൊണ്ടാണ് ഒരു ചത്ത അവസ്ഥ നമ്മളിൽ ഉള്ളത്. That is why we are failing in many areas നമ്മുടെ today. ജീവിതത്തിന്റെ പല പ്രദേശങ്ങളിലും നാം പരാജയപ്പെടുന്നത് അവിടെയാണ്. Holy Spirit is a person. Holy Spirit's doctrine must be taught, and the application of the Holy Spirit must be taught in our assemblies. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഉപദേശങ്ങൾ നമ്മുടെ സഭയിൽ പഠിപ്പിക്കണം, അത് നാം പ്രായോഗികമാക്കണം. And in Ephesians, Paul himself says and commands that be filled with the Holy Spirit. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം. And here Paul is bringing that agent, that is the Holy Spirit that dwells in us, to be strengthened in the inner man. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ് എന്ന് താൻ പറയുകയാണ്. The outer man is perishing. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നശിക്കുന്നു. Let's go to 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരിക. Verse 16. 16-ാം വാക്യം. Yeah, 2 Corinthians chapter 4 and verse 16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ശയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. Therefore we do not lose heart, even though our outward man is perishing, yet the inward man is being renewed day by day. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. Here is a question: is it being renewed? The inner man, is it being renewed day by day? അതെ, ഇവിടെയുള്ള ചോദ്യം അതാണ്. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നുണ്ടോ? The outer man is perishing. ആ പുറമേയുള്ള മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. But what is the condition of my inner man? എന്താ എന്റെ അകമേയുള്ള മനുഷ്യന്റെ അവസ്ഥ എന്താണ്? The inner man needs fellowship with God. എന്റെ അകത്തെ മനുഷ്യൻ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. The inner man needs the spiritual food of the word. ദൈവവചനത്തിന്റെ ആത്മീയ ഭക്ഷണം എന്റെ അകമേയുള്ള മനുഷ്യന് ആവശ്യമാണ്. The inner man needs the fellowship of the saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അകത്തെ മനുഷ്യന് ആവശ്യമാണ്. Inner man longs to worship the Lord in spirit and in truth. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ ആവേശം, ആഗ്രഹം എന്റെ അകത്തെ മനുഷ്യനുണ്ട്. Inner man longs to sing songs. ദൈവത്തിന്റെ സംഗീതങ്ങൾ, ഗീതങ്ങൾ, പാട്ടുകൾ പാടുവാൻ എന്റെ അകത്തെ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. Inner man longs to do and longs to serve the Lord. കർത്താവിന്റെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എന്റെ അകത്തെ മനുഷ്യൻ വാഞ്ചിക്കുന്നു. Inner man is longing for the coming of the soon coming King Lord Jesus Christ. എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവാനായിട്ട് എന്റെ അകത്തെ മനുഷ്യൻ അതിയായി ആഗ്രഹിക്കുന്നു. Inner man longs for holiness. എന്റെ അകത്തെ മനുഷ്യൻ വിശുദ്ധിക്കായി കാംക്ഷിക്കുന്നു. Inner man needs that strength. എന്റെ അകത്തെ മനുഷ്യന് ആ ശക്തി ആവശ്യമാണ്. How many of us are concerned about that inner man strengthening and maturity? എന്റെ അകത്തെ മനുഷ്യന്റെ ശക്തിയെക്കുറിച്ചും പക്വത വരുന്നതിനെ കുറിച്ചും ഞാൻ എത്രമാത്രം ഭാരമുള്ളവനാണ് നിങ്ങൾ ആരും. We are all body conscious, outer man obsessed people. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ എല്ലാവിധ സംവിധാനങ്ങളും സംരക്ഷണങ്ങളും നടത്താൻ നാം വളരെയധികം ബോധവാന്മാരാണ്. We spend so much of money taking care of this outer man. ഈ പുറമേയുള്ള മനുഷ്യന് വേണ്ടി കരുതലുകൾ എടുക്കാൻ നാം എത്രയോ ധനമാണ് ചെലവഴിക്കുന്നത്. We should take care of our body. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ശരിയായ വിധത്തിലും സംരക്ഷിക്കണം. Do we prioritize and are we taking care what this inner man is crying for and longing for? എന്റെ അകത്തെ മനുഷ്യനെ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എത്രമാത്രം ഭാരം നമുക്കുണ്ട്. A few years back, my wife was very insistent that I should, color my hairs.
ചില വർഷങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ തലമുടി കറുപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. I said, if I don't color, there is a benefit. ഞാനത് അങ്ങനെ കളർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു വളരെ ഗുണമുണ്ട്. What is the benefit? എന്താണ് എൻ്റെ ഗുണം? I said, you will look more young than me. നീ എന്നെക്കാളും വളരെ ചെറുപ്പമായിട്ട് തോന്നിക്കും. And she said, yes, that is a good benefit. അത് നല്ലൊരു ഗുണമാണല്ലോ എന്ന് പറഞ്ഞു. So I want that you look young, because I believe in one principle: happy wife, happy life. സന്തോഷമുള്ള ഭാര്യ സന്തോഷമുള്ള ജീവിതം തരുന്നു എന്നുള്ള തത്വത്തിലേക്ക് അത് നയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. I said, and I convinced her, what is the problem? Let it be white. എന്താണ് പ്രശ്നം? അത് വെളുത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ It പറഞ്ഞു. is so natural. അത് വളരെ പ്രാകൃതികമായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. Because I was convinced that I was wasting time on it. ഞാൻ ആ കാര്യങ്ങളിൽ ബാധ്യതയുള്ളതല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. This is my personal opinion. Please don't take it very personal. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ ആരും അത് അങ്ങനെ എടുക്കണമെന്നില്ല. You know, because I was convinced that my inner man needs more time than my outer man. എൻ്റെ പുറമേയുള്ള മനുഷ്യനേക്കാൾ കൂടുതൽ എൻ്റെ അകമേയുള്ള മനുഷ്യനെ കുറിച്ച് ഭാരമുള്ളവനാണ് ഞാൻ. Because I can see that cry of the inner man longing to be with God and spend time with God. ദൈവമായിട്ട് സമയം ചെലവഴിക്കുവാനും ദൈവത്തോടു കൂടെ ചെലവഴിക്കുവാനുള്ള എൻ്റെ അകത്തെ മനുഷ്യന്റെ നിലവിളി എനിക്കറിയാം. That is why Moses cried in Exodus chapter 3, Lord God, can you show me your glory? അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ മോശ പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണമേ. Why did he speak like that? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിച്ചത്? Moses was longing, and the cry of the inner man was to see the glory of God. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് കാണുവാൻ മോശയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. On the Mount of Transfiguration, why did Peter say, let's make it 3 tents here? ആ മറുമലയിൽ പത്രോസ് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്? Because the cry of the inner man was to be with Jesus. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള അവരുടെ വലിയ ആഗ്രഹം. You know, inner man cannot keep quiet. It will not be silent. It always wants something spiritually. ആത്മീയമായി എന്തെങ്കിലും ലഭിക്കണം എന്നുള്ളതാണ് ആത്മീയ മനുഷ്യന്റെ എപ്പോഴും കരച്ചിൽ അല്ലെങ്കിൽ നിലവിളി. And Paul is in the prison and is praying that Ephesian believers will be strengthened with might in the inner man. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് എഫേസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. How could he write like that? എങ്ങനെയാണ് തനിക്ക് അത് എഴുതാൻ കഴിഞ്ഞത്? He was in the house arrest. താൻ ഇവിടെ വീട്ടു തടങ്കലിലാണ്. And in that house arrest he was strengthened in the inner man. He was pleading that strength will be available for the Ephesian believers. അവൻ വീട്ടു തടങ്കലിലൂടെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ശക്തി താൻ അനുഭവിക്കുന്നതുകൊണ്ട് അതേ ശക്തി എഫേസ്യ വിശ്വാസികളിൽ ലഭിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. A man who is strengthened in the inner man and who is in the house arrest, and he is praying, look at here, that my believers in Ephesians, they will be strengthened in the inner man. ദൈവത്തിന്റെ ആത്മീയ ശക്തി ആന്തരികമായി അനുഭവിക്കുന്ന ആ അപ്പോസ്തലൻ താൻ വീട്ടു തടങ്കലിലായിരുന്നാലും തന്റെ എഫേസ്യ വിശ്വാസികളെ കുറിച്ച് താൻ പ്രാർത്ഥിക്കുന്നത് അവർ ആ ശക്തി അവരും അനുഭവിക്കണമെന്നാണ്. Let me encourage you this evening. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ധൈര്യത്തിനായി പറയുന്നു. We all have pain, we all have adversities. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. And I see so many brothers and sisters sitting here. ഇവിടെ വളരെയധികം സഹോദരി സഹോദരന്മാർ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. A servant of God has preached like this once. ഒരു ദൈവദാസൻ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. When a preacher stands on the pulpit, ഒരു പ്രാസംഗികൻ ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ hundreds of explosion is ready to happen with that kind of stress and tension that we are living on the face of this earth. ഈ ഭൂമിയുടെ മുകളിൽ നാം ജീവിക്കുമ്പോൾ വളരെയധികം പ്രതിസന്ധികൾ കൂടെ നാം കടന്നു പോകുന്ന ബോംബുകൾ പൊട്ടുന്ന പോലെയാണ്. And it is ready to explode. അത് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. Because we are all living in such kind of atmosphere in this world. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് നാം ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത്. How do I live this life? എങ്ങനെയാണ് ഞാൻ ഈ ജീവിതം നയിക്കുക? How do I see that my children live this life? ഈ ലോകത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു വരും? How do I face my adversity and problems? എൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? How do I deal with my anxiety? എൻ്റെ ആകുലതയെ കുറിച്ച് ഞാൻ എങ്ങനെ നേരിടും? How do I deal with my physical debilitating diseases? എൻ്റെ ശാരീരികമായ അസുഖങ്ങളെ ഞാൻ എങ്ങനെ നേരിടും? How do I deal with my financial problems? എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ ഞാൻ എങ്ങനെ നേരിടും? Those of us who are in ministry, let me tell you, we have more problems.
പ്രിയമുള്ളവരെ, ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അവരും വളരെയധികം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു. We have ministry conflicts and difficulties. നമ്മുടെ ശുശ്രൂഷകളിൽ പ്രതിസന്ധികളുണ്ട്. And we have those, what should I say, challenges in the ministry field as well. നാം ആയിരിക്കുന്ന ശുശ്രൂഷ മുഖത്ത് വളരെയധികം വെല്ലുവിളികൾ നാം നേരിടേണ്ടിയിരിക്കുന്നു. How do we go forward? അങ്ങനെയാണ് നാം മുമ്പോട്ട് പോകുക. Paul is giving the answer. പൗലോസ് ഇവിടെ ഉത്തരം നൽകുകയാണ്. Get strengthened in the inner man. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. That is the answer. അതാണ് ഉത്തരം. Then only we can have a smile on our face. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുഞ്ചിരിയോടുകൂടെ നേരിടാൻ കഴിയുള്ളൂ. Then only we can face difficulties. അങ്ങനെയാണെങ്കിൽ മാത്രമേ നാം പ്രശ്നങ്ങളെ നേരിടാൻ കഴിയൂ. Paul is not giving us a philosophical teaching here. ഇവിടെ ഫിലോസഫിയായ അല്ലെങ്കിൽ ഉത്തരങ്ങളല്ല പൗലോസ് ഇവിടെ തരുന്നത്. Paul is speaking from his God-driven, spiritual, powerful experience. തന്റെ ദൈവമായിട്ടുള്ള വളരെ അടുത്ത അനുഭവ ജ്ഞാനത്തിൽ നിന്നാണ് പൗലോസ് പറയുന്നത്. And today evening, ഇന്ന് രാത്രി let's have a perspective. What is the condition of our inner man over these years of being born again experience? ഞാൻ രക്ഷിക്കപ്പെട്ടതിനു ശേഷം ഈ കാലം അത്രയും എന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഒന്ന് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ. So Paul was actually praying that they will experience on a daily basis the strengthening of the inner man with might through his spirit. ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. The second one, രണ്ടാമത്തേത് verse 17. 17-ാം വാക്യം. That Christ, yes brother, please read. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. Yes. Actually in Malayalam it's a very long word. In English it is break up. Christ may dwell in your hearts through faith, that you being rooted and grounded in love. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ച് നിങ്ങൾ അടിസ്ഥാന സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണമെന്നാണ് Malayalam word adisthanapettorai, that is a very good term that is used there. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അടിസ്ഥാനപ്പെട്ടവരായ എന്ന മലയാള പദം വളരെ അർത്ഥസമ്പൂർണ്ണമാണ്. Now Paul is explaining in the second point to experience Christ's indwelling. രണ്ടാമതായി ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. First was to experience strength in the inner man. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലത്തോടെ ശക്തിപ്പെടണമെന്ന് ആദ്യമായി ആഗ്രഹിച്ചു. And the second thing that he prayed, that they will experience Christ's indwelling. ക്രിസ്തു അവരുടെ ശക്തിയോടെ അവരിൽ വസിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് രണ്ടാമത് പ്രാർത്ഥിക്കുന്നത്. So verse 17 is the purpose of getting strengthened. ആ ശക്തി ലഭിക്കേണ്ട ഉദ്ദേശത്തെക്കുറിച്ചാണ് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. So when we got saved, we already have Christ. നാം രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. Colossians chapter 1 verse 27. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ That we read, Christ in us, the hope of glory. നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. Yeah, the Christ in is there in us already. നമ്മുടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഓൾറെഡി. Okay, but this Christ has to dwell in us through faith. വിശ്വാസത്തിൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തുടർമാനമായി വസിക്കണം. So what does it mean to have indwelling Christ? ആവസിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? We are going to see 4 aspects here. അവിടെ 4 കാര്യങ്ങൾ ഹൃദയം ശ്രദ്ധിക്കുക. Let's turn to Luke chapter 6 verse 46. ലൂക്കാസ് എഴുതിയ സുവിശേഷം 6-ന്റെ 46-ാം വാക്യം നോക്കുക. What does it mean, Christ indwelling in our hearts? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ആവസിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? Luke chapter 6 and verse 46. ലൂക്കോസ് 4-ന്റെ 46-ാം വാക്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? Number 1, Christ indwelling us means to
be obedient to the lordship of Christ. ക്രിസ്തു ആവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ നാം അനുസരിക്കുന്നവരായിരിക്കും. Because we receive Christ as not only our Savior, നാം നമ്മുടെ രക്ഷകനായി മാത്രമല്ല കർത്താവിനെ we സ്വീകരിച്ചിരിക്കുന്നത്, receive Christ as our Lord and Savior. ക്രിസ്തുവിനെ നാം കർത്താവും രക്ഷിതാവുമായാണ് സ്വീകരിച്ചിരിക്കുന്നത്. So when Paul says that Christ may dwell in your heart, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം വസിക്കണം എന്ന് പറയുമ്പോൾ he was actually meaning they will experience and they may surrender to the lordship of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അവർ അംഗീകരിച്ച് അതിനെ കീഴ്പ്പെടണം. And here in Luke chapter 6, Jesus is asking this question. ലൂക്കോസിൽ കർത്താവ് ഈ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, Why do we call me Lord, Lord, and do not do the things which I say? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? Let's turn to Romans chapter 1 verse 5 now. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് തിരിയാം. There Paul combines with faith obedience. അവിടെ പൗലോസ് വിശ്വാസവും അനുസരണവും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. Yeah, through him we have received grace and apostleship for obedience to the faith. Do you notice that? അവൻ നിമിത്തം നമുക്ക് അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നു, അവനൊരു അനുസരണത്തിനായി. Yeah. So faith cannot be separated from obedience, and obedience cannot be separated from faith. വിശ്വാസം അനുസരണവുമായിട്ട് വേർതിരിക്കാൻ കഴിയില്ല, അതുപോലെ അനുസരണവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കാനായിട്ട് Now കഴിയില്ല. come to Romans chapter 15 and verse 8. 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. റോമർ 15-8. പിതാക്കന്മാർക്കു ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. There we see the servant submission of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസ്യമായുള്ള അനുസരണം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. Jesus Christ has become a servant to the circumcision for the truth of God. ദൈവത്തിന് വേണ്ടി അനുസരണമുള്ള ദാസനായി തീരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട്. There we see the obedience of Christ. ക്രിസ്തുവിന്റെ അനുസരണം നാം അവിടെ വായിക്കുന്നു. And hence when Paul is telling the indwelling Christ in the inner man, നമ്മുടെ അകത്തെ മനുഷ്യരിൽ കർത്താവ് ആവസിക്കുമ്പോൾ it means that my faith should be accompanied by total obedience. എന്റെ വിശ്വാസം പൂർണ്ണ അനുസരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Because faith and obedience is inseparable. വിശ്വാസവും അനുസരണവും വേർതിരിക്കാൻ കഴിയാത്തതാണ്. A obeying Christian is a maturing Christian. അനുസരണമുള്ള വിശ്വാസി പക്വത പ്രാപിക്കുന്ന വിശ്വാസിയാണ്. Mature obeying Christian is a growing Christian. അനുസരിക്കുന്ന വിശ്വാസി വളരുന്ന വിശ്വാസിയാണ്. And it is imperative that when Paul says indwelling Christ, it means to obey Christ. അതിനെ അർത്ഥമാക്കുന്നത് പൗലോസ് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തു വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ നാം പൂർണ്ണമായി അനുസരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. Secondly, Galatians chapter 2 verse 20. രണ്ടാമതായി ഗലാത്യ ലേഖനം 2:20. The famous declaration by Paul. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസിദ്ധമായ പ്രസ്താവനയാണ് നമ്മൾ വായിക്കുന്നത്. Galatians chapter 2 verse 20. ഗലാത്യ ലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. It is no longer I live but Christ living in me. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. And this life I live by faith. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ വിശ്വാസത്താലാണ്. Oh yes, faith is a very active behavior of a born again Christian. വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയിൽ കാണേണ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായി കാണുന്നതാണ് വിശ്വാസം. We are all tempted to put our faith in material things. പലപ്പോഴും ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കാൻ നാം വളരെ ബദ്ധരാണ്. Let me very humbly remind you. ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. You know, God can take all our material things in 1 second like that. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും.
കഴിയും. Whatever we think are our support systems on which we stand and rely too much, He can take it like this. നാം ജീവിക്കുകയും നാം ആശ്രയിക്കുകയും നാം സ്നേഹിക്കുന്ന ആയ അനേക കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മളിൽ നിന്ന് ദൈവത്തിന് എടുത്തുക മാറ്റാൻ ഒരു സെക്കൻഡ് മതി. What will remain after that? അത് കഴിഞ്ഞ് എന്ത് ബാക്കിയുണ്ടാകും? It is your faith and my faith. നിങ്ങളുടെ വിശ്വാസം എന്റെയും വിശ്വാസം മാത്രം. It will all depend upon the condition of our inner man. നമ്മുടെ അകത്തെ മനുഷ്യന്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും അപ്പോൾ നമ്മുടെ അവസ്ഥ. Number 3. മൂന്നാമത് Romans chapter 13 and verse 14. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അസൂയയിലുമല്ല കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. Christ may indwell in our inner man. It means to put on Christ. നമ്മുടെ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ ധരിക്കുകയാണ്. It is putting on Christ and making no provision for the flesh. നമ്മുടെ ജഡത്തിന് യാതൊരു സ്ഥാനം കൂടാതെ ക്രിസ്തുവിനെ മാത്രം നമ്മൾ ധരിക്കുന്നതാണ് ക്രിസ്തു ആവസിക്കുക എന്ന് പറയുന്നത്. Now when we do these things, നാം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, let's turn to 1 Thessalonians 5:23 now. 1 തെസ്സലോനിക്കർ 5:23 വാക്യത്തിലേക്ക് വരിക. That will be practical in our life. അത് ആ സമയത്ത് പ്രായോഗികമാകും. 1 Thessalonians 5:23. 1 തെസ്സലോനിക്കർ 5:23 വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Such a surrendered life, if we are going to live by strengthening our inner man, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടിട്ട് നാം അങ്ങനെ സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ, now look at that verse. ആ വാക്യം ശ്രദ്ധിക്കുക. Our spirit, our soul and our body will be preserved blameless at the coming of the Lord Jesus. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും മുഴുവനും ശുദ്ധീകരിക്കുകയും അനന്യമായി കാക്കപ്പെടും. That is the blessed hope we have. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മഹത്വകരമായ പ്രത്യാശ. When we are mindful and thoughtful about the inner man, this is going to happen. My spirit, my soul and my body be preserved blameless at the coming of the Lord Jesus Christ. നാം നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ നിലയിൽ ശക്തിയോടെ ബലപ്പെട്ട് കഴിഞ്ഞാൽ, അകത്തെ മനുഷ്യനിൽ കർത്താവ് വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അനന്യമായി കർത്താവിന്റെ പ്രത്യക്ഷയിൽ വെളിപ്പെടും. Let's be mindful of spiritual and eternal things. ആത്മീയവും നിത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയം സ്ഥിരമാക്കുക. Rest everything will be in this world and we are going to leave it behind. നാം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ വിട്ടിട്ട് പോകേണ്ടവരാണ്. Whatever we have done for this inner man through faith and for the Lord, that is only going to stand. വിശ്വാസത്താൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെടുകയുള്ളൂ. So what Paul is telling, when let Christ indwell you, കർത്താവായ യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, he is saying that he should dwell in you not as a visitor. ഒരു സന്ദർശകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ വസിക്കുകയല്ല വേണ്ടത്. He should take control of entire realm of our heart. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ വാസം ചെയ്യണം. I am a visitor and staying in Brother Godly Rollins' house. ഞാൻ ഇപ്പോൾ ഒരു സന്ദർശകനായി ഡോക്ടർ റോളൻഡിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. I am not allowed to enter into any of their rooms. അവരുടെ എല്ലാ മുറികളിലേക്കും കടന്നു പോകാൻ എനിക്ക് അനുവാദമില്ല. I have been given and assigned one room. എനിക്ക് ഒരു മുറി തന്നിട്ടുണ്ട്. And as a visitor, I am supposed to stay there. ഒരു സന്ദർശകൻ എന്ന നിലയിൽ ഞാൻ ആ മുറിയിൽ താമസിക്കാനേ എനിക്ക് അധികാരമുള്ളൂ. Because I am there for a temporary short while. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഞാൻ അവിടെ താമസിക്കുന്നുള്ളൂ. Christ is a visitor in our heart. എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു സന്ദർശകനാണോ? Where we have given him authority only in a particular area of our life. നമ്മുടെ ജീവിതത്തിലെ ഒരേ മേഖലകളിൽ മാത്രം, ചില മേഖലകളിൽ മാത്രമേ ക്രിസ്തുവിനെ സന്ദർശിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളൂ. Is Christ only a guest in our heart? നമ്മുടെ ഹൃദയത്തിൽ ഒരു അതിഥിയാണോ ക്രിസ്തു? Or is Christ a ruler of every area of our life? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ ഭരിക്കുന്ന കർത്താവാണോ കർത്താവ്? That is what Paul is demanding and wanting and them to experience when he says, let Christ indwell your hearts through faith. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്ന് പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. It is not just the presence of Christ, but the quality of that presence that matters. ക്രിസ്തുവിന്റെ സാന്നിധ്യം മാത്രമല്ല, ആ സാന്നിധ്യം കൊണ്ട് അർത്ഥമാക്കുന്ന ഗുണമേന്മകൾ
വസ്തുതകൾ എന്തൊക്കെയാണെന്ന് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുകയാണ് വേണ്ടത്. Christ is so uncomfortable when we make him only a guest in our heart. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഒരു സന്ദർശകനായിട്ട് ഒരു അതിഥിയായി മാത്രം വായിച്ചാൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കും. We are quenching the spirit. നാം ആത്മാവിനെ കെടുക്കുകയായിരിക്കും, വേദനിപ്പിക്കുകയായിരിക്കും, ദുഃഖിപ്പിക്കുകയായിരിക്കും. Paul is desiring so much that in Ephesian believers they will make Christ as the Lord and the ruler of every area of their life. അവരുടെ ജീവിതത്തിലെ എഫേസ്യ വിശ്വാസികളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവ് ഒരു ഭരണാധികാരിയായിട്ട് വാഴണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവരെ കുറിച്ച് ആഗ്രഹിച്ചത്. Number 3. മൂന്നാമത് We are going to read verse 18. 18 വാക്യം നാം വായിക്കുന്നു. 17 last part and 18. Being rooted and grounded in love, may be able to comprehend with all the saints what is the width and length and depth and height. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴം എന്ന് വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കണം. Now this is progressing very well. ഇത് വളരെ പുരോഗമനപരമായി വളരുകയാണ്. First he says you get strengthened in the inner man. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് ആദ്യം ആഗ്രഹിക്കുന്നു. Number 2, Christ may dwell in your heart. രണ്ടാമത് ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. And when that happens, അത് സംഭവിക്കുമ്പോൾ we are rooted and grounded in love. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നിയും അടിസ്ഥാനപ്പെട്ടവരുമായിരിക്കും. So love is the result of first these two things. ആദ്യത്തെ ഈ രണ്ട് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് സ്നേഹമാണ്. Which love Christ is speaking here? ഇവിടെയാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. It is agape love. അത് അഗപ്പേ സ്നേഹമാണ്. Selfless giving love. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹം. That love is spontaneous love. I don't have to manufacture it. അത് എന്നിൽ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അത് എന്നിൽ നിന്ന് തന്നെ വരുന്നതാണ്. When I surrender to the obedience and the lordship of Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് ഞാൻ അനുസരിച്ച് കീഴടങ്ങുമ്പോൾ, and when Christ is comfortable and rules my heart, എന്റെ ഹൃദയത്തിൽ കർത്താവ് സ്വസ്ഥയോടുകൂടെ സന്തോഷത്തോടെ വസിക്കുമ്പോൾ, the result is agape love flowing through my life. അതിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് ഈ അഗപ സ്നേഹം എന്നിൽ നിന്ന് ഒഴുകുന്നത്. John chapter 21, when Christ was speaking to Peter, പത്രോസിനോട് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുമ്പോൾ, and he was taking the interview of Peter there, and in that interview there were 3 questions and which were the same questions. കർത്താവിന് പത്രോസിനോട് 3 പ്രാവശ്യം അതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. Do you love me? Do you love me? And do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. So love is the result of because of the strength in the inner man. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ സ്നേഹം. So if I'm not able to love my brother and forgive my brother, ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുകയും അവനോട് ക്ഷമിക്കുകയും കഴിയാതിരിക്കുമ്പോൾ, that means I'm not strong in the inner man. ഞാൻ എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. Oh yes, if I'm not able to forgive and love my brother, എൻ്റെ സഹോദരനോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും എനിക്ക് കഴിയാതെ വരുമ്പോൾ, it means that Christ is not ruling my heart. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു വാഴുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. That means that love is not getting spontaneous, it is not coming out. അത് തന്നെ ഒഴുകി പുറപ്പെട്ടു വരുന്നില്ല, ആ സ്നേഹം വരുന്നില്ല എന്നാണ് അതിന്റെ If അർത്ഥം. Christ rules our heart, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നുവെങ്കിൽ forgiving and loving becomes easy. ക്ഷമിക്കാനും സ്നേഹിക്കാനും വളരെ എളുപ്പമായി തീരും. Now we understood why we are not able to love people. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടുസഹോദരന്മാരെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം മനസ്സിലായോ? The problem is in the heart first. നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് അതിന്റെ The പ്രശ്നം. problem is in the inner man. അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ് അതിന്റെ പ്രശ്നം. That solution should be sought in the inside first, and then it should be shown outside. അതിന്റെ ഉത്തരം ആദ്യം ഉള്ളിൽ നടക്കണം. അകത്തെ മനുഷ്യനിൽ നടന്നാൽ മാത്രമേ അത് പുറത്തേക്ക് വരികയുള്ളൂ. You know why? Look at verse 18. എന്തുകൊണ്ടാണെന്ന് 18 വാക്യത്തിൽ ശ്രദ്ധിക്കുക. When the first 2 things happen, ആദ്യത്തെ 2 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ, we may be able to comprehend with all the saints. Is that there in Malayalam? yes, Yes. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനായിട്ട് കഴിയും. സകല വിശുദ്ധന്മാരോടാ എഴുതിയിരിക്കുന്നത്. സകല- That means this inner man, the result is seen in my dealing with my fellow believer. ഈ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുമ്പോൾ, ക്രിസ്തു നമ്മളിൽ ആവസിക്കുമ്പോൾ, അത് മറ്റുള്ള സഹോദരന്മാരോട് കൂടെ കാണാനായിട്ട് കഴിയും. So then love will become spontaneous to me. അപ്പോൾ സ്നേഹം തനിയെ പെട്ടെന്ന് പുറപ്പെട്ടു വരുന്നതായിട്ട് തീരും. Absence of love is the presence of sin. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ
പാപമില്ലാത്ത അവസ്ഥ നമുക്ക് കാണിക്കുന്നതാണ്. And love is the fruit of the Spirit. സ്നേഹം എന്നത് ആത്മാവിന്റെ ഫലമാണ്. Loveless life is an ungodly life. സ്നേഹമില്ലാത്ത ജീവിതം ദൈവമില്ലാത്ത ആത്മീയ ഇല്ലാത്ത ജീവിതമാണ്. Now look at this love. ഈ സ്നേഹത്തെ ശ്രദ്ധിക്കുക. To which all direction it is going? ഏതെല്ലാം ദിശകളിലാണ് അത് പോകുന്നത്? It is going in 4 directions. 4 ദിശകളിലേക്ക് അത് പോകുന്നു. Okay, verse 18. May be able to comprehend with all the saints what is the width, what is the length, and the depth and the height. അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് ഗ്രഹിക്കുന്നു. You know, this love is when it becomes so spontaneous, it goes to 4 directions. ഈ പുറപ്പെട്ടു വരുന്ന ഈ സ്നേഹം, ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം, അത് 4 ദിശകളിലേക്ക് പോവുകയാണ്. What is the length of this love? ഈ സ്നേഹത്തിന്റെ നീളം എത്രയാണ്? Chapter 1 verse 4 and 5. 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. God choosing us before the foundation of the world. ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. What is the breadth of this love? ഈ സ്നേഹത്തിന്റെ വീതി എന്താണ്? God bringing Jew and Gentile in the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിൽ യഹൂദനെയും ജാതിയെയും ദൈവം ഒരുമിച്ച് കൊണ്ടുവരുന്നു. What is the height of this love? ഈ സ്നേഹത്തിന്റെ ഉയരം എന്താണ്? Chapter 1 verse 3. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. We are blessed with spiritual blessings in heavenly places. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. What is the depth of this ആ love? സ്നേഹത്തിന്റെ ആഴം എത്രയാണ്? Chapter 2 verse 1 and 3. 2-ാം അധ്യായത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ. When we were dead in sins and trespasses, he forgave us. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നപ്പോൾ ദൈവം നമ്മെ ക്ഷമിച്ച് അവിടുന്ന് ഉയർപ്പിച്ചു. Look at the outworking of this love. ഈ സ്നേഹത്തിന്റെ ബാഹ്യമായ പ്രകടനം കാണുക. The length and the breadth and the height and the depth. അതിന്റെ നീളവും വീതിയും ഉയരവും ആഴവും. Oh, it goes to eternity past. അത് നിത്യമായ അനാദി നിത്യതയിലേക്ക് പോകുന്നു. It goes to eternity അത് future. തുറന്ന് ഭാവി നിത്യതയിലേക്ക് പോകുന്നു. And in the present, it transforms me. അത് വർത്തമാനകാലത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. Now come to verse 19. 19-ാം വാക്യത്തിലേക്ക് വരിക. To know the love of Christ which passes knowledge, that you may be filled with all the fullness of God. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് So പ്രാർത്ഥിക്കുന്നു. 19 is the result now. 19-ാം വാക്യമാണ് അതിന്റെ ഫലം. Oh, the result is it passes knowledge, that you may be filled with all the fullness of God. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ സഹായിക്കുന്നതാണ്. What was the question? എന്തായിരുന്നു ചോദ്യം? How do I experience fullness of God in my life? ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ നിറവിനോളം എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നിറവ് അനുഭവിക്കുക? Is it possible? അത് സാധ്യമാണോ? Yes, it's possible. തീർച്ചയായിട്ടും സാധ്യമാണ്. Yes, it's possible. അതെ, തീർച്ചയായിട്ടും സാധ്യമാണ്. How? എങ്ങനെയാണ്? We saw the first thing. ഒന്നാമത് നാം കണ്ടത് It is experiencing strength in the inner man. അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്നത് മുഖാന്തരമാണ് അത് സാധിക്കുന്നത്. Number 2. രണ്ടാമത്, It is by experiencing, by making Christ indwell us. ക്രിസ്തു എന്നിൽ വസിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഞാൻ അനുഭവമാക്കുന്നു. Where he rules every area of our life. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ഭരണം നടത്തുന്നു. Number 3. മൂന്നാമത്, It is experiencing the abundance of love. സ്നേഹത്തിന്റെ അബണ്ടൻസ്, അതിന്റെ കൂടുതൽ സമൃദ്ധിയായി അനുഭവിക്കുന്നു. And when that happens, പിന്നെ അത് സംഭവിക്കുന്നത് what is written in verse 19, it will be possible. 19-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാകുന്ന അപ്പോഴാണ് We may be filled with all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യും. Come to chapter 4 verse 13. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരിക. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കും ആകുന്നു. Oh, there we see the fullness of Christ. അവിടെ ക്രിസ്തുവിന്റെ നിറവ് നമുക്ക് കാണാനായിട്ട് കഴിയും. Come to 5 and verse 18. 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. There is another fullness there. അവിടെ വേറൊരു നിറവ് നമുക്ക് കാണാനായിട്ട് കഴിയും. What is that? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. മതി. Fullness of God, chapter 3 verse 19. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നിറവ്. Chapter 4 verse 13, fullness of Christ. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ നിറവ്. And chapter 5 verse 18, the fullness of Holy Spirit. 5-ന്റെ 18-ൽ ആത്മാവിന്റെ നിറവ്. If that is going to happen, അത് സംഭവിക്കാൻ കഴിയുമ്പോൾ there is nothing short of revival that will happen in our assemblies. നമ്മുടെ സഭകളിൽ ഉണർവിന്റെ ആവശ്യം വേറെ വരികയില്ല. Nobody can stop the revival amongst us. നമ്മുടെ ഉണർവ് ആർക്കും തടയാൻ കഴിയില്ല. God is dealing and speaking to our heart. The problem is here. നമ്മുടെ
ഹൃദയത്തോടെ ദൈവം നമ്മളോട് സംസാരിക്കും. Fullness of God, fullness of Christ, fullness of the Holy Spirit. ദൈവത്തിന്റെ നിറവ്, ക്രിസ്തുവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ് അനുഭവിക്കാനായിട്ട് Now കഴിയും. let's close and read verse 20 and 21. 20-21 വാക്യങ്ങൾ വായിച്ച് നമുക്ക് We all അവസാനിപ്പിക്കാം. have memorized that verse so nicely. അത് നാം കാണാപ്പാടം പഠിച്ചിരിക്കുന്ന വാക്യമാണ്, നമുക്കറിയാം. When will that happen? എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? Yeah. എന്നാൽ ഞാൻ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. Oh, yes. Now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us. Now, this is only possible when we experience the things that is mentioned from 16 to 19. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം ജീവിതത്തിൽ അനുഭവമാക്കുമ്പോഴാണ് ഈ 20-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. And that is the fourth point. അതാണ് 4-ാമത്തെ പോയിന്റ്. Extending all glory to God. ദൈവത്തിന് എല്ലാ മഹത്വവും ഉയർത്തുന്നു. Verse 21, to him be glory in the church by Christ Jesus to all generations. സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. So when God is going to bless us abundantly and more than we ask or think? നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എപ്പോഴാണ്? When we fulfill the conditions mentioned in 16 to 19. 16 മുതൽ 19 വരെയുള്ള പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നാം പാലിക്കുമ്പോൾ. This was the prayer of Paul. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന ഇതായിരുന്നു. And when that happens, അത് നമ്മളിൽ സംഭവിക്കുമ്പോൾ, you know, our life will transform and our faith will increase. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും We will be able to face any adversity in our life. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാൻ നമുക്കത് ശക്തി Songs പകരും. and praises will come from our mouth. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയരും. And the things of this world will be immaterial to us. നമ്മുടെ ഈ ലോകത്തിലെ ചിന്തകൾ നമുക്ക് യാതൊരു കാര്യവുമില്ലാതെയായി We തീരും. will enjoy a personal, dynamic, powerful relationship with the Lord. വളരെ ശക്തിയുള്ള ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. Even though the outer man is perishing, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നശിച്ചു പോയാലും but the inner man is getting strong day by day. നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. Let that be your experience. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇത്ര സൗഭാഗ്യം ഈ ക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാം. ഇത്ര സൗഭാഗ്യം ഈ ക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാം. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മനേലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മനേലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. Let me encourage you once again. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. There is hope. നമുക്ക് പ്രത്യാശയുണ്ട്. We may have ups and downs in Christian life. നമ്മുടെ ജീവിതത്തിൽ ഉയർത്താഴ്ചകൾ ഉണ്ടാകുന്നു വരും. This evening God is drawing us close to him. ഇന്ന് രാത്രി ദൈവം നമ്മളെ തന്റെ അരികിലേക്ക് വിളിച്ചു ചേർക്കുകയാണ്. He wants to put his finger deep into our hearts. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അവൻ തന്റെ വിരലിടുന്നു. And you know what he's saying? അവൻ എന്താണ് പറയുന്നത്? He's saying this like this. അവൻ ഇങ്ങനെയാണ് പറയുന്നത്. My son, my daughter, I am interested in the inner man. എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ വളരെ താല്പര്യമുള്ള. Can you give me some of your precious time? നിന്റെ വിലയേറിയ ചില സമയം എനിക്കായി തരുമോ? I want to change you. നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്താൻ I want to change you. നിന്നെ വ്യത്യാസപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to transform you. നിന്നെ രൂപാന്തരപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to speak to you. ഞാൻ നിന്നോട് സംസാരിക്കും. I will give the solutions to your problems. നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം തരും. Can you not only make me a guest, I want to rule your heart. നിന്റെ ഹൃദയത്തിലെ അതിഥിയല്ല ഞാൻ, നിന്റെ ഹൃദയത്തെ വാഴുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Are we ready to say a yes to this God? ഈ ദൈവത്തോട് ഉവ്വ് കർത്താവേ തയ്യാറാണെന്ന് പറയാൻ സാധിക്കുമോ? If we say, അങ്ങനെ നിങ്ങൾ പറയുമെങ്കിൽ we will be useful, powerful
vessels in the hands of God. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ശക്തിയുള്ള ഉപകരണങ്ങളായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. And the revival will start with you first നിന്നിൽ നിന്ന് ഉണർവ് ആരംഭിക്കും. and spread to others. മറ്റുള്ളവരിലേക്ക് അത് പകരും. And the body of Christ will be edified. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ആത്മീക അഭിവൃദ്ധി പ്രാപിക്കും. God bless us. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.